എർണോ റുബിക് ആണ് ഇത് കണ്ടുപിടിച്ചത്. മാജിക് ക്യൂബ് എന്നും കൂടെ ഈ റുബിക്സ് ക്യൂബ് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ലോകത്തിലെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന പസിൽ ഗെയിമും കളിപ്പാട്ടവുമാണ് റുബിക്സ് ക്യൂബ്. അപ്പൊ നമ്മുടെ സെന്റ് മൈക്കിൾസില് ഒരു മജീഷ്യൻ ഉണ്ട് കേട്ടോ ഞങ്ങക്ക്. അപ്പൊ മജീഷ്യന്റെ പേര് മാസ്റ്റർ എൽവിൻ ലിജോ എന്നാണ്. അപ്പൊ എൽവിൻ ഈ റുബിക്സ് ക്യൂബ് ഉപയോഗിച്ച് കുറച്ച് ട്രിക്സ് ഒക്കെ നിങ്ങളെ കാണിച്ചു തരും. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ മാജിക്? ഈ മാജിക്കില് റുബിക്സ് ക്യൂബ് ഉപയോഗിച്ചുള്ള ട്രിക്സ് ആണ് ഉള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് മജീഷ്യനെ വെൽക്കം ചെയ്യാം. നല്ലൊരു കൈയടി കൊടുക്കാം മജീഷ്യൻ മാസ്റ്റർ എൽവിൻ ലിജോയ്ക്ക്. ആദ്യമായിട്ട് എൽവിൻ റുബിക്സ് ക്യൂബിന്റെ ചില വിവിധ വകഭേദങ്ങളെ നമുക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് നോർമൽ റുബിക്സ് ക്യൂബ് ആണ്. 3x3x3 എന്നാണ് അതിന്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. അടുത്തത് പോക്കറ്റ് ക്യൂബ് ആണ്. 2x2x3 എന്നതാണ് അതിന്റെ പ്രപ്പോർഷൻ. നെക്സ്റ്റ് വൺ പ്രൊഫസേഴ്സ് ക്യൂബ്. ഫൈവ് ഇൻറ്റു 5x5 എന്നതാണ് പ്രൊഫസേഴ്സ് ക്യൂബിന്റെ പ്രപ്പോർഷൻ. നെക്സ്റ്റ് വൺ മിറർ ക്യൂബ്. ഇതാണ് മിറർ ക്യൂബ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പിരമിഡ്സ്. പിരമിഡിന്റെ ഒരു ഷേപ്പ് ഒക്കെ ഉണ്ടല്ലേ, പിരമിഡ്സ് എന്നാണ് ഈ റുബിക്സ് ക്യൂബിന്റെ പേര്. ദെൻ മെഗാമിഡ്സ്. ഇത്തരം റുബിക്സ് ക്യൂബ് ആണ് മെഗാമിഡ്സ് എന്നറിയപ്പെടുന്നത്. ദെൻ സ്ക്യൂബ്. സ്ക്യൂബ് എന്നറിയപ്പെടുന്ന റുബിക്സ് ക്യൂബ് ആണ് എൽവിന്റെ കയ്യിലുള്ളത്. ഇനി സ്പീഡ് ക്യൂബിംഗ് ഒന്ന് കണ്ടാലോ? എന്താ ഈ സ്പീഡ് ക്യൂബിംഗ്? മനസ്സിലായ? ഇല്ല. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നതിനെയാണ് സ്പീഡ് ക്യൂബിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എൽവിൻ നമ്മളെ വളരെ വേഗത്തില് കുറച്ച് റുബിക്സ് ക്യൂബുകൾ സോൾവ് ചെയ്ത് കാണിച്ചു തരും. നമുക്കൊന്ന് എൻജോയ് ചെയ്യാം. ഓക്കെ. അപ്പൊ സ്പീഡ് ക്യൂബിങ് കണ്ടോ എല്ലാരും? ഇഷ്ടായോ? പിന്നെയും വേറെ ട്രിക്സ് ഉണ്ട് എൽവിന്റെ കയ്യില്. നമുക്ക് ഫ്ലാഗ് വെച്ചിട്ടുള്ള കുറച്ച് ട്രിക്സ് ആണ്. അതിനെനിക്ക് കുറച്ച് ഓഡിയൻസ് ആയിട്ടുള്ള കുറച്ച് കൊച്ചു കൂട്ടുകാരുടെ സഹായം ആവശ്യമുണ്ട്. ഞാൻ വിളിക്കാം കേട്ടോ. എൽവിന്റെ കയ്യിൽ ഒരു 9 കൺട്രീസിന്റെ ഫ്ലാഗ് ഉണ്ട് അല്ലേ എൽവിനെ? 9 അല്ലേ? ഓക്കെ. എൽവിനെ അതിവിടെ നേരത്തെ വെച്ചേ. ഓക്കെ, നമുക്ക് ഈ മാജിക് ഷോയുടെ ഭാഗമാകാനായിട്ട് 4 പേർക്ക് അവസരമുണ്ട് ഓഡിയൻസിൽ നിന്ന് കേട്ടോ. അപ്പൊ ഒരാളൊന്ന് വരുമോ? ആരെങ്കിലും ഒരാൾ വാ. വേഗം ഓടിച്ചാടി വാ. വെയിറ്റ്.
ഓക്കെ, മോളുടെ പേരെന്താ? അൻസിയ. ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു ഫ്ലാഗ് സെലക്ട് ചെയ്തേ. ഓക്കെ, ഏത് രാജ്യത്തിന്റെ ഫ്ലാഗ് ആണെന്ന് മനസ്സിലായോ? അർജന്റീന. അർജന്റീന ഫാൻസ് ഉണ്ടോ ഇവിടെ? ഇല്ല. ഓക്കെ, എങ്കിൽ നമുക്ക് അർജന്റീനയുടെ ഈ ഫ്ലാഗ് നമ്മുടെ റുബിക്സ് ക്യൂബിൽ ഇപ്പൊ നമ്മുടെ എൽവിൻ നമ്മളെ ചെയ്ത് കാണിക്കും. വെയിറ്റ് ചെയ്യാം. ഓക്കെ, എൽവിൻ അർജന്റീനയുടെ ഫ്ലാഗ് ആണ് കേട്ടോ ചെയ്യേണ്ടത്. ഓക്കെ, അർജന്റീനയുടെ ഫ്ലാഗ് എൽവിൻ ചെയ്തിരിക്കുകയാണ്. വേറൊരു കൊച്ചു കൂട്ടുകാരിയെ വന്നേ. വേവാ. പേരെന്താ? ധ്യാന ഏത് സ്കൂളിൽ നിന്നാ? മറന്നുപോയോ? സെന്റ് മേരി സ്കൂളാണോ? ഇടയാഴം. ഓക്കെ, ധ്യാന എന്തായാലും നമ്മുടെ പഞ്ചായത്തിലെ സ്കൂളിലെ ഒരു കുട്ടിയാണ്. ഇഷ്ടമുള്ള ഒരു ഫ്ലാഗ് സെലക്ട് ചെയ്തേ. ധ്യാന ഇറ്റലിയുടെ ഫ്ലാഗ് ആണ് സെലക്ട് ചെയ്യുക. ധ്യാന ഈ ഫ്ലാഗ് ഇങ്ങനെ പിടിച്ചോ കേട്ടോ. നമ്മുടെ ചേട്ടൻ ഈ ഫ്ലാഗ് റുബിക്സ് ക്യൂബിൽ ചെയ്ത് കാണിച്ചു തരും കേട്ടോ. ഇറ്റലി. ഓ, വിത്തിൻ സെക്കൻഡ്സ്. താങ്ക് യു ധ്യാൻ. അടുത്ത ആൾക്ക് വരാം. അടുത്ത കേട്ടോ. മോളുടെ പേരെന്താ? അതിഥി. ഏത് സ്കൂളാ? അല്ലേ? അതിഥിക്ക് ഇഷ്ടമുള്ള ഫ്ലാഗ് എടുത്തേ. ഓക്കെ, അതിഥി വളരെ രാജ്യസ്നേഹമുള്ള കുട്ടിയാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിഥി തെരഞ്ഞെടുത്ത ഇന്ത്യയുടെ ഫ്ലാഗ് എൽവിൻ റുബിക്സ് ക്യൂബിൽ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു അതിഥി. അടുത്തയാള് അവന്റെ പേരെന്താ? ജോഫിൻ. ജോഫിൻ ഇഷ്ടമുള്ളൊരു ഫ്ലാഗ് സെലക്ട് ചെയ്തേ. ജോഫിൻ പെറു എന്ന രാജ്യത്തിന്റെ ഫ്ലാഗ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പെറു എന്ന രാജ്യത്തിന്റെ ഫ്ലാഗ് പറഞ്ഞു തീരുന്നതിന് മുമ്പ് എൽവിൻ റുബിക്സ് ക്യൂബിൽ ചെയ്തിരിക്കുകയാണ്. നല്ലൊരു ഗൈഡ് കൊടുത്തേ. ഇനി വേറൊരു ഐറ്റം ഉണ്ട് കേട്ടോ. മാജിക്കിലൊക്കെ കാണുന്നതാണ് കൺകെട്ട് വിദ്യ. എൽവിൻ അതിന് റെഡിയാണ്. ബ്ലൈൻഡ് ഫോൾഡ് എന്നുള്ളൊരു വിദ്യക്ക് എൽവിൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എൽവിന്റെ കണ്ണ് കെട്ടാൻ പോവാണ്. അതിനുശേഷം എൽവിൻ കുറച്ച് ട്രിക്സ് ഒക്കെ കാണിക്കും. എൽവിനെ ബ്ലൈൻഡ് ആക്കിയിട്ടുണ്ട്. എൽവിനെ കണ്ണാണോ നമുക്ക് ടെസ്റ്റ് ചെയ്യാം അല്ലെ? എൽവിനെ ഇതെത്രയാ? 2 എന്നാണ് എൽവിൻ പറഞ്ഞത്. ശരിയാണോ? അല്ല അല്ലെ? ഇതെത്രയാ എൽവിനെ? വീണ്ടും 2 തന്നെ പറഞ്ഞു. 2 ആയിരുന്നു ഞാൻ കാണിച്ചത്. എൽവിനെ ഇതെത്രയാ? 5 എന്നാണ് എൽവിൻ പറഞ്ഞത്. അപ്പൊ എൽവിന് കണ്ണ് കാണില്ല എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ എൽവിൻ കണ്ണ് കെട്ടിക്കൊണ്ടാണ് ഇനി ക്യൂബ് സോൾവ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും വെയിറ്റ് ചെയ്യാ. എൽവിൻ സ്റ്റാർട്ട്. എൽവിൻ ക്യൂബ് മെമ്മറൈസ് ചെയ്യാൻ മറന്നു എന്ന് പറഞ്ഞു. അടുത്ത ക്യൂബ് നോക്കാം. സെക്കൻഡ് വൺ ആണ്. ഓക്കെ, എൽവിൻ സോൾവ് ചെയ്തിരിക്കുകയാണ്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം.
ക്യൂബ് സോൾവ് ചെയ്തു അല്ലെ. നല്ലൊരു ഗൈഡ് കൊടുക്കാം നമ്മുടെ കൊച്ചു മജീഷിന്. എൽവിൻ ലിജോ 7th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. എൽവിൻ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അല്ലേ? വേണമെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടി ആ ചാനലിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞേക്കും. കിഡ്സ് ക്ലബ് എന്നാണ് എൽവിന്റെ ചാനൽ. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.